ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നമ്മളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വലിയ ഒരു സന്ദേശമാണ്. മുലപ്പാൽ ശ്രേഷ്ഠം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശുദ്ധമായ ഒരു പാനീയം മുലപ്പാൽ. പക്ഷെ അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മീയ പാൽ, അതേക്കുറിച്ചും ഒരു സൂചന ബൈബിളിലുണ്ട്. അത് അതിശ്രേഷ്ഠമാണ്. മുലപ്പാലിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നുണ്ട്, അതാണ് ആത്മീയ പാൽ. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ കാരണം, ഈ മുലപ്പാൽ കുടിക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു സങ്കടം കൊണ്ട് നടന്ന ഒരു വൈദികനെ അച്ഛന്മാരുടെ ധ്യാനത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു വൈദികൻ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ആ ധ്യാനത്തിൽ ആന്തരിക മുറിവുകളെ കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. വേറൊരു അച്ഛൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുള്ള ഒരു കാര്യമാണ്, ഇന്ന് പല ദുശീലങ്ങളുടെയും പിന്നിൽ ആന്തരിക മുറിവുണ്ട്. വേണ്ടതുപോലെ അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ പറ്റാതെ പോയതിന്റെ കുറവുകൾ പലരുടെയും സ്വഭാവത്തിൽ പ്രകടമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വലിച്ചു കുടിക്കാൻ കഴിയാതെ പോയ വ്യക്തികൾക്കാണ് ഇന്ന് കുടിയും വലിയുമായിട്ട് നടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ചില ദുശീലങ്ങളിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണം ഉണ്ടാകാമെന്ന് വൈദികൻ സൂചിപ്പിച്ച ഒരു കാര്യം. അദ്ദേഹം ജനിച്ച് അത് ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു, പ്രസവം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പിന്നീട് സർജറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇതിനുശേഷം അബോധാവസ്ഥയിലേക്കും അമ്മ പോവുകയുണ്ടായി. അങ്ങനെ പ്രസവത്തിന് ശേഷം അമ്മയെ നഷ്ടപ്പെട്ട ഒരു വൈദികൻ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കാരണം ആ ഒരു മുലപ്പാൽ കുടിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയിട്ട് പോലുമില്ല. അതിൻ്റെതായിട്ടുള്ള ദുഃഖം, വേദന മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വൈദികൻ. ഞാൻ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ച ഒരു കാര്യം, അമ്മിഞ്ഞപ്പാൽ കിട്ടാതെ പോയതിന്റെ പേരിലുള്ള മുറിവുകള്, കുറവുകള് കർത്താവിന് പരിഹരിക്കാൻ പറ്റും. ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം എടുത്താൽ, നിന്റെ മനസ്സ് മുറിവേറ്റോ, നീ എൻ്റെ പക്കലേക്ക് തിരിയുക. എന്ത് കാരണത്താലാണേലും നീ എൻ്റെ പക്കലേക്ക് തിരിയുക, നിന്റെ മനസ്സിന്റെ മുറിവ് ഞാൻ സുഖപ്പെടുത്താം. ഇതാണ് കർത്താവ് വചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം. നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപം മൂലം നഷ്ടപ്പെട്ടത്, മറ്റുള്ളവർ മൂലം നമുക്കുണ്ടായ മുറിവുകൾ, ഇതെല്ലാം കർത്താവ് പരിഹരിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജെറമ്യാ 3-ാം അധ്യായം 12-ഉം 22-ഉം വചനങ്ങൾ എടുത്താലും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരിച്ചു വരിക, ഞാൻ നിന്റെ അവിശ്വസ്തത പരിഹരിക്കാം, നിനക്ക് നഷ്ടപ്പെട്ടതും ഞാൻ തിരിച്ചു തരാം എന്നുള്ളത് കർത്താവ് പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചു വരാൻ തയ്യാറായാൽ. രണ്ടാമത്തെ കാര്യം, ആ വൈദികനെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരിശ്രമിച്ചത്, അച്ഛൻ അങ്ങനെ അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് അച്ഛന്റെ ഭാഗ്യം മറക്കരുത്. എന്താണ് ഭാഗ്യം? ഓരോ ബലിയർപ്പിക്കുമ്പോഴും അവിടെ അച്ഛൻ കുടിക്കുന്നത് കർത്താവിന്റെ തിരുരക്തമാണ്. അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ, അതെന്താ, എത്ര നിസ്സാരം എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇനി നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകൾ, ആന്തരിക മുറിവുകളൊക്കെ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്വഭാവ രീതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് പറ്റും. ഒരു ബലിയിൽ പങ്കെടുത്ത് കർത്താവിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് വലിയ വലിയ ഒരു സൗഭാഗ്യമാണ് എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. 1 പത്രോസ് 2-ാം അധ്യായം 2-ാമത്തെ വചനമാണ് ഈ ആത്മീയ പാലിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുക. ആത്മീയ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ നിങ്ങൾ ദാഹിക്കണം എന്ന് പത്രോസിനെ നമ്മളെ ഓർമ്മിപ്പിക്കുക. ആത്മീയ പാലിന് വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി, കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾക്ക് വേണ്ടിയെല്ലാം ഇളം പൈതങ്ങളെ പോലെ നമ്മൾ ദാഹിക്കണം. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം വളരെ വലുതാണ്. നമുക്ക് ഇതിന്റെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുലപ്പാൽ എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ അമ്മയിൽ നിന്നും, ജന്മം നൽകിയ അമ്മയിൽ നിന്ന് കിട്ടുന്ന അതിവിശിഷ്ടമായ ഒരു കാര്യം. ഇനി അമ്മയ്ക്ക് ഒരു വീഴ്ച വന്നാലും, അമ്മയ്ക്ക് ഒരു മരണം സംഭവിച്ചാലും, അമ്മയുടെ സ്വഭാവത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ദൈവം പറയാണ്, എനിക്കത് പരിഹരിക്കാൻ പറ്റും. യേശയ്യാ 66 12-ാമത്തെ വചനം എടുക്കുമ്പോൾ ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട്. യേശയ്യാ 66:12, ഞാൻ അവളെ, ഇസ്രായേലിനെ ഞാൻ പാലൂട്ടും, ഞാൻ അവളെ എളിയിലിരുത്തും, ഞാൻ അവളെ കൈപിടിച്ച് നടത്തും, ഞാൻ അവളെ ലാളിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരമ്മയിൽ നിന്ന് ഇത് കിട്ടാതെ പോയെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇല്ലാത്തതിന്റെ കണക്ക് പറഞ്ഞ് ഉള്ളതിന്റെ കണക്ക് മറക്കുന്നത് അത് നമുക്ക് ചേർന്നതല്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു 10-ൽ 8 കാര്യം നമുക്ക് സന്തോഷപ്രദമായ കാര്യങ്ങളാണ്, 2 കാര്യങ്ങൾ അല്പം വേദനാജനകമായ കാര്യം. ഈ 8 കാര്യങ്ങൾ മറന്ന് രാവിലെ പല്ല് തേക്കാൻ ബ്രഷ് എടുക്കുമ്പോൾ മുതൽ നമ്മൾ ഈ 2 കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ അവസ്ഥ നെഗറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ മറന്ന് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി, പരിഭവം പറഞ്ഞ് നടക്കുന്നത് യോജിച്ച ഒരു കാര്യമല്ല എന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ കാണുന്നുണ്ട് യേശയ്യാ 43:22 മുതൽ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ ഹോസിയ 11:1 മുതൽ വായിക്കുമ്പോൾ
നന്ദികെട്ട ജനമായിട്ട് മാറരുത്. ജോബ് 2:10 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സന്തോഷം എടുക്കുന്നത് പോലെ തന്നെ വേദനകൾ എടുക്കാനുള്ള ഒരു ആവശ്യം നമ്മുടെ ഭാഗത്തു നിന്നും വരേണ്ടതാണ്. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് ജഡിക ആവേശം. ചിലർക്ക് ആവേശമാണ് ജഡസുഖത്തിൽ. അങ്ങനെയുള്ളത് ആത്മീയതയെ തടസ്സപ്പെടുത്തും എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:15-16 വചനങ്ങൾ പറയുന്നുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. സ്നേഹിക്കുന്നവർക്ക് ലൗകികരായി ജീവിക്കാനുള്ള ഒരു ആവേശമുണ്ടാവും. ഗലാത്യർ 5:16, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, കാരണം ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. 2 പത്രോസ് 2:10 വചനം എടുക്കുമ്പോൾ മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമകളാകുന്ന വ്യക്തികളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജഡികതയിലായിരിക്കാം ആവേശം. 2:14 കൂടി എടുക്കുകയാണെങ്കിൽ വ്യഭിചാരാസക്തി നിറഞ്ഞ വ്യക്തികളെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗണത്തിൽ പെടേണ്ടവരല്ല നമ്മളെന്ന് മനസ്സിലാക്കിയിരിക്കാം. 1 തെസ്സലോനിക്ക 4:5 വചനം കാമവികാരങ്ങൾക്ക് വിധേയരാകുന്നവരെ കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കാണുക ജഡികതയിൽ ജ്വലിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ്. അങ്ങനെയുള്ളവരുടെ ആത്മീയത തണുത്തുപോകും, ഇല്ലാതാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മത്തായി 24:12 കൂടി എടുക്കുകയാണെങ്കിൽ അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തുപോകും. ജഡികത നമ്മളിൽ ഉയർന്നു വരുമ്പോൾ ആത്മീയത നമ്മളിൽ മങ്ങിപ്പോകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയത അത് തിളങ്ങിയാൽ, ആത്മീയതയിൽ തിളക്കം വരുമ്പോൾ ജഡികത താനെ അത് മങ്ങിപ്പൊക്കോളും. നമുക്കറിയാലോ 1 കൊരിന്തോസ് 13:10, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവം, ജഡികതയുടെ അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ശക്തമായ ഒരു അവസ്ഥ അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. വളരെ സെക്സി ആയിട്ടുള്ള ഒരു ലേഡി അവനെ പ്രലോഭിപ്പിച്ച് പീഡിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അദ്ദേഹം പ്രലോഭനത്തിന് കീഴ്പ്പെട്ടില്ല, പ്രലോഭനം അനുസരിച്ച് അദ്ദേഹം പെരുമാറിയില്ല, പകരം അതിനെ അതിജീവിച്ചു. അവളെ വിരട്ടി ഓടിക്കുന്ന ഒരു രംഗം. പിന്നീട് ഒരിക്കലും തോമസ് അക്വിനാസിന് ലൈംഗിക ചിന്ത പോലും വന്നിട്ടില്ല എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ആത്മീയതയിൽ തിളങ്ങിയാൽ ജഡികത അത് നമ്മളിൽ നിന്നും വിട്ടുമാറും എന്നുള്ളതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഉദാഹരണമായിട്ട് ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.